എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ചെമ്മീൻ തോരൻ. അതിനാവശ്യമായി 1/2 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയത്, ഒരു സവാള ചെറുതായി അരിഞ്ഞത്, 8 പച്ചമുളക് അരിഞ്ഞത്, ചെറിയ ഉള്ളി 30 ചെറുതായി അരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ, ഒരു മീഡിയം സൈസ് ടൊമാറ്റോ അരിഞ്ഞത്, 3 കൊത്ത് കറിവേപ്പില, തിരുമിയ തേങ്ങ 1 കപ്പ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം, കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ. തോരത്തിൻ്റെ പരുവത്തിന് ഒന്ന് അരച്ചെടുക്കുക. ഇതിലേക്ക് 2 അല്ലി കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ചെറുതായിട്ട് അരച്ചെടുക്കുക. താളിക്കാൻ ആവശ്യമായി 4 ഉണക്കമുളക്, 2 അല്ലി കറിവേപ്പില. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് ഫുള്ള് പൊട്ടിയതിന് ശേഷം ഉണക്കമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം എടുത്തു വച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചച്ചുവ മാറിയതിനു ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് വഴറ്റുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തക്കാളി ചേർക്കുക. അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് പിന്നീട് ചേർത്ത് കൊടുക്കുക. ഈ ഒരു പരുവമാകുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ചെമ്മീനിൽ നിന്നും വെള്ളം ഇറങ്ങിക്കോളും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വേവിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകാതെ നോക്കുക. ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. കഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഈ സമയത്ത് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് തോരത്തിന് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് കൂടി ചേർത്ത് മൂടി ഒരു 2 മിനിറ്റ് വേവിക്കുക. 2 മിനിറ്റ് കഴിയുമ്പോൾ അരപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. അരപ്പ് എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ ഇളക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയോടെ ചേർക്കുക. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഈ തോരനിലെ വെള്ളം ഫുള്ളും വറ്റിയതിന് ശേഷം തീ ഓഫാക്കുക. അതാണ് ഇതിൻ്റെ പരുവം. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് തീ ഓഫാക്കുക. ഞാൻ അപ്ലോഡ് ചെയ്ത ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ സ്വാദിഷ്ടമായ ചെമ്മീൻ തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റായി അറിയിക്കുക. ഇതിലും നല്ലൊരു വെറൈറ്റി റെസിപ്പിയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം ഡിപ്പൂസ് ഉമ്മി.